റെയ്ഡ്കോ സാമ്പത്തിക പ്രതിസന്ധിയിൽ അന്വേഷണത്തിന് സർക്കാർ നിർദ്ദേശം. സഹകരണ രജിസ്ട്രാർക്കാണ് മന്ത്രി എം ലിജു നിർദ്ദേശം നൽകിയത്. 139 കോടിയുടെ നഷ്ടം എങ്ങനെ സംഭവിച്ചു എന്നതിലാണ് അന്വേഷണം. കണ്ണൂർ വിഷൻ എക്സ്ക്ലൂസീവ്. ആറുമാസമായി ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് തിരുവോണ ദിവസവും പട്ടിണി സമരം നടത്തിയ റെയ്ഡ്കോ ജീവനക്കാരെ വീഡിയോ കോളിൽ വിളിച്ചാണ് സ്ഥാപനത്തിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് സഹകരണ മന്ത്രി എം ലിജു ഉറപ്പു നൽകിയത്. സഹകരണ രജിസ്ട്രാറാണ് അന്വേഷണം നടത്തുക. അന്വേഷണം പൂർത്തിയായാൽ ഉടൻ ഭരണസമിതി പിരിച്ചുവിടുന്നതും സർക്കാരിന്റെ പരിഗണനയിലാണ്. ഓഡിറ്റ് റിപ്പോർട്ടും ഇതിനിടയിൽ പുറത്തുവന്നിട്ടുണ്ട്. 139 കോടി രൂപ നഷ്ടത്തിലാണ് റെയ്ഡ്കോ. ഇത് എങ്ങനെ സംഭവിച്ചു എന്നതിലാണ് പ്രധാനമായും അന്വേഷണം നടക്കുക. CPM നിയന്ത്രണത്തിലാണ് നിലവിലെ ഭരണസമിതി. ശമ്പളം മുടങ്ങിയതിനെതിരെ CITU INTUC സംഘടനകൾ ഒന്നിച്ചാണ് സമരം നടത്തുന്നത്. ജീവനക്കാരുടെ ഏറ്റവും പ്രബലമായ സംഘടനയും CITU ആണ്. എന്നാൽ INTUCയുമായി ചേർന്നുള്ള ഈ സമരത്തോട് CPMന് അത്ര യോജിപ്പില്ല. അതുകൊണ്ടുതന്നെ CITU നേതൃത്വം ഒന്നാകെ പിന്തുണയുമായി എത്തിയിട്ടുമില്ല. അടുത്ത മാസം ആദ്യം CITU INTUC സംഘടനകളുമായി ചർച്ച നടത്താമെന്ന ഉറപ്പും മന്ത്രി എം ലിജു നൽകിയിട്ടുണ്ട്. റെയ്ഡ്കോ പുനരുദ്ധാരണ പാക്കേജ് പ്രഖ്യാപിച്ച് സ്ഥാപനത്തെ നിലനിർത്തണമെന്നാണ് ജീവനക്കാരുടെ ഒന്നടങ്കമുള്ള ആവശ്യം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.